കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ ഒന്നാം ചരമദിനത്തിൽ കളക്ടറേറ്റിൽ സഹപ്രവർത്തകരുടെ നേതൃത്വത്തിൽ അനുസ്മരണം. NGO അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. കോൺഗ്രസും BJPയും ടൗണിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ബിജീഷ് ഗോവിന്ദൻ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. ബിജീഷ്, എന്താണ് വിശദാംശം? നിഷാദ, ഇതിനകത്ത് ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ ഒന്നാം ചരമവാർഷിക ദിനമാണ് ഇന്ന്. വിപുലമായ രൂപത്തിലാണ് പ്രതിപക്ഷ സംഘടനകൾ ഇതിന്റെ ആചരണം നടത്തുന്നത്. കാരണം ഇന്ന് രാവിലെ കണ്ണൂർ കളക്ടറേറ്റ് ജീവനക്കാരായിട്ടുള്ള NGO അസോസിയേഷന്റെ പ്രവർത്തകർ ഈ പരിപാടി ഒരു അനുസ്മരണ പരിപാടിയായി സംഘടിപ്പിച്ചു. അവിടെ കളക്ടറേറ്റിന് മുന്നിൽ ഒരു പ്രത്യേക ഫോട്ടോ വെച്ച് പുഷ്പാർച്ചന നടത്തിക്കൊണ്ടായിരുന്നു ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഇന്നലെ സ്റ്റാഫ് കൌൺസിൽ യോഗം ചേർന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ വിപുലമായൊരു പരിപാടി കണ്ണൂർ കളക്ടറേറ്റിന്റെ നേതൃത്വത്തിൽ തന്നെ നടത്തണമെന്നൊരു ആവശ്യം NGO അസോസിയേഷൻ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഭരണ കേന്ദ്രം ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുന്ന പതിവില്ല. നേരത്തെ പലരും മരണപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിൽ നിന്നും ഇത്തരത്തിലൊരു അനുസ്മരണ പരിപാടി കളക്ടറേറ്റിന്റെ ഭാഗത്ത് നടത്താറില്ല എന്നുള്ള കാര്യം അറിയിച്ചു. അതിനെ തുടർന്നാണ് NGO അസോസിയേഷൻ കളക്ടറേറ്റിന് പുറത്ത് അനുസ്മരണ പരിപാടി പ്രത്യേകമായി സംഘടിപ്പിച്ചത്. ഇപ്പോൾ BJPയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ അനുസ്മരണ പരിപാടി നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിന് മുന്നിൽ കോൺഗ്രസും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും ചേർന്നുകൊണ്ട് മറ്റൊരു അനുസ്മരണ പരിപാടിയും സംഘടിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഒരു വർഷം പൂർത്തിയായിരിക്കുന്നു. കഴിഞ്ഞ ഒക്ടോബർ 14 വൈകിട്ട് ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ യാത്രയപ്പ് സമ്മേളനത്തിലാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള PP ദിവ്യ നടത്തിയ പരാമർശത്തിന് പിന്നാലെ അടുത്ത ദിവസം രാവിലെ അദ്ദേഹത്തെ പള്ളിക്കുന്നുള്ള ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിന് പിന്നാലെ വലിയ രാഷ്ട്രീയ വിവാദങ്ങളുണ്ടായി. CPM-നെ സംസ്ഥാന തലത്തിൽ തന്നെ പിടിച്ചുകുലുക്കിയ രാഷ്ട്രീയ വിവാദത്തിന്റെ ഒടുവിൽ PP ദിവ്യയ്ക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും CPM-ന്റെ ഔദ്യോഗിക ഭാരവാഹി